ഞങ്ങളെല്ലാവരും കൂടി സിഡ്നിക്ക് പോവാണ്. ചെറിയൊരു ഷോപ്പിങ്ങും പിന്നെ ഡിസംബർ 25 ക്രിസ്മസിൻ്റെ അന്ന് മനുമോക്കടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിനൊരു ഗിഫ്റ്റ് മേടിക്കണം. അതിന് സർപ്രൈസ് ആയിട്ട് പോവാണ്. സർപ്രൈസ്, അതെ, മനുവിന് സർപ്രൈസ് ആയിട്ട് മനുവിന് കൊണ്ടുപോവാണ്. അപ്പോൾ ഞാനുണ്ട്, അജിലുണ്ട്, മനുവുണ്ട്, അപ്പുണ്ട്, പൊന്നുണ്ട്. ഞങ്ങളങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരമായി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ ഞാനും അജിലും കേരള ഹോട്ടലിൽ കയറി കഴിഞ്ഞ ആഴ്ച ഫുഡ് കഴിച്ചു. അപ്പോൾ ഇവർ നാട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷം കേരള ഹോട്ടലിൽ കയറിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സിഡ്നിയിൽ ചെല്ലുന്ന ടൈം വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് ഫുഡിൻ്റെ ടൈമാണ്, ലഞ്ച് ടൈമാണ്. അപ്പോൾ നമുക്ക് ലഞ്ച് കഴിച്ചിട്ട് അങ്ങ് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം നേരെ കേരള ഹോട്ടലിലേക്ക് കേട്ടോ. അപ്പോൾ അവിടെ വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ഒക്കെ കാണാം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 7 days ട്രാവൽ വ്ളോഗിലേക്ക് എല്ലാവരും വരൂ. നമുക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചകളും കാണാം. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാം. അത് കഴിഞ്ഞിട്ട് നേരെ ഏത് ഷോപ്പിലാണ്? ഗോൾഡ് ഏതാ? മലബാറോ ഏതാ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ പോയിട്ട് ഡയമണ്ട് മേടിച്ചു കൊടുക്കാൻ വേണം മനുവിന്. അവിടെ ചെല്ലുമ്പോ അത് സ്വർണ്ണമായി പോയി കഴിഞ്ഞാൽ ആൾക്കാർ ട്രോളി കൊല്ലിട്ടോ. അല്ല, അത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഇപ്പൊ മനുവിന്റെ ഡയമണ്ട് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ സ്വർണ്ണം മേടിച്ചു കൊടുക്കും. ഏത് പെണ്ണിനല്ലേ ഡയമണ്ട് ഭർത്താവ് മേടിച്ചിരുന്നു വേണ്ടെന്ന് പറയാ? മനുമോക്ക് അങ്ങനെ ഡയമണ്ടിനോടൊന്നും വലിയ താല്പര്യമില്ല. അല്ല മനു, നിനക്ക് ചെറിച്ചിട്ടുള്ള സ്വർണ്ണം പോലെ. അതെ, അവിടെ ചെന്നിട്ട് നോക്കാം എന്തായാലും. പിന്നെ പോണ വഴിക്കുള്ള നല്ല നല്ല കാഴ്ചകളും ഞങ്ങൾ കാണിച്ചു തരാം. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി 7 days ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് ഇവിടുത്തെ വലിയൊരു പവർ സ്റ്റേഷൻ, മൗണ്ട് പൈപ്പർ പവർ സ്റ്റേഷൻ. അതാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഈ ഏരിയയിലോട്ടുള്ള ബേസിക്കലി കറണ്ട് സപ്ലൈ ചെയ്യുന്നത് ഇവിടെ നിന്നായിരിക്കാം എന്ന് വിചാരിക്കാം. കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ട് അറിയില്ല. ഇതെന്തിട്ടാ സംഭവം? ഇത് പവർ സ്റ്റേഷൻ തന്നെയായിരിക്കും. പവർ സ്റ്റേഷൻ തന്നെയാണെന്നാണ്. ഒരു സ്തൂപം പോലെ അല്ലേ? പവർ സ്റ്റേഷനാണെന്ന് തോന്നുന്നു, അറിയില്ല. വൺ ആൻഡ് ഓൺലി വോൾഗൻ വാലി. ഇവിടുന്ന് റൈറ്റ് പോയാൽ പവർ സ്റ്റേഷനോ ലിസ്ഡെയിൽ എന്ന് പറയുന്ന സ്ഥലം. അത് ലിസ്ഡെയിൽ. ഇവിടുന്ന് നോക്കുമ്പോൾ ഒരു ചെറിയൊരു ഇതുപോലെ അല്ലേ? വമ്പ സാധനം അത്. അതിന്റെ എൻട്രൻസ് തന്നെ എവിടെയാണ്? ഗ്രീൻ സ്പോട്ട് ഗേറ്റ് 1 ഓതറൈസ്ഡ് ആക്സസ് ഓൺലി. എന്തോ പവർ ജനറേഷന്റെ എന്തോ പരിപാടി അത്രേ അറിയുള്ളൂ എന്നതാണ് സുഹൃത്തുക്കളെ. ലിത്കോ, നമ്മൾ ലിത്കോയിലെ ഷെല്ലിൽ കയറി പെട്രോൾ അടിച്ചിട്ട് പോവാം. നീ ചായ കുടിച്ചോ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞങ്ങളും കഴിച്ചു. മഡ്ജി പോലെ ഞങ്ങളെ പോലത്തെ പാവപ്പെട്ടവർക്ക് ഉള്ള വേറൊരു ടൗൺ ആണ് ലിത്കോ. മഡ്ജിനേക്കാൾ വലിയ ടൗൺ ആണ് ലിത്കോ. ബേസിക്കലി കുറച്ചും കൂടി പോപ്പുലേഷൻ കൂടുതലാണ്, കുറച്ചും കൂടി എക്സ്പോഷർ കൂടുതലാണ്. എല്ലാ സാധനങ്ങളും ഉണ്ട്. ട്രെയിൻ സർവീസ് ഉണ്ട്. വലിയൊരു സിറ്റിയാണ്. ഇവിടുത്തെ ഹോസ്പിറ്റൽ അത്യാവശ്യം വലുതാണ്. എൻ്റെ അറിവ് പ്രകാരം 10-11 മലയാളി ഫാമിലീസ് ഇവിടെ ഉള്ളൂ. അങ്ങനെയാണ് നമ്മുടെ വികാരി അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. സെയിം നമ്മുടെ അച്ഛൻ തന്നെയാണെന്നാണ് ഇവിടെയും കുർബാന അല്ലേ? ഇവിടെ പക്ഷെ ഒഫീഷ്യലി അങ്ങനെ കുർബാന ഇല്ല. പക്ഷെ വന്ന് റിക്വസ്റ്റ് ചെയ്താൽ അച്ഛൻ നടത്തി തരത്തേ ഉള്ളൂ. ജി കുറച്ചും കൂടി ചെറുതാ. അത് അതിനേക്കാൾ കുറച്ചും കൂടി വലുപ്പമുള്ള ഒരു സിറ്റി. ഇവിടെ ഇപ്പം നമ്മൾ ഈ സിഡ്നിക്ക് പോകുന്ന ആൾക്കാർ ഇപ്പം എവിടെ നിന്ന് വരുന്നവരാണെങ്കിലും ഒരു സ്റ്റോപ്പ്, ഒരു റെസ്റ്റ് ഏരിയ ആണ്. അത്യാവശ്യം എല്ലാ സംഭവങ്ങളും ഉണ്ട്. നമുക്ക് ഫുഡ് കഴിക്കാനാണെങ്കിലും പെട്രോൾ അടിക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും. പിന്നെ ഷോപ്പുകളാണെങ്കിലും ഉണ്ട്. കുറച്ചും കൂടി വൈഡ് റേഞ്ച് ഓഫ് സാധനങ്ങളുള്ളൊരു സ്ഥലം. നമ്മുടെ അവിടെ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ ആണ് ഇങ്ങോട്ടേക്ക് കേട്ടോ. നമ്മൾ മൊത്തം സിഡ്നി 200 കിലോമീറ്ററിൽ ഹാഫ് വേ നിയർലി തീർന്നു. ഇങ്ങനെ ഒരു ഹാഫ് വേയും കൂടി ഉള്ളൂ പോവാൻ. മക്ഡൊണാൾഡ്സ് ഉണ്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ, റെഡ് റോസ്റ്റർ ഉണ്ട്, ഹംഗ്രി ജാക്സ് ഉണ്ട് റൈറ്റ് സൈഡിൽ. എല്ലാ ഷോപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഈ ടൗണിൻ്റെ ഉള്ളിലോട്ട് പോകുന്തോറുമാണ് കോൾസ്, ബുൾവർത്ത്, അങ്ങനെയുള്ള ഷോപ്പുകൾ. അത്യാവശ്യം വലിയൊരു നല്ലൊരു ടൗണാണ്. കേപ് സി ടൗണിൽ നിന്ന് വിട്ട് മാറിയാണ്. കേപ് ടൗൺ യൂണിവേഴ്സിറ്റിയോ
KFC ഇങ്ങോട്ട് മാറിയിട്ടാ. മോണന്റെ ഒരു സൈഡ് കൊടും കാട. ഇത് കാടല്ലേ? അത് കാടാ. ഇവിടെ കുറേ സൈറ്റ് സീയിങ് ഉണ്ട്. ഇപ്പം നമ്മൾ ബ്ലൂ മൗണ്ടൻ ഒരു മെയിൻ അട്രാക്ഷൻ ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്ന. ഇവിടെ ബ്ലൂ മൗണ്ടൻ എത്തനേക്കാൾ മുമ്പാന്ന് തോന്നുന്നു ജനോവിയൻ കേവുകളോ അങ്ങനെ എന്തോ ഒരു കേവ്സ് ഉണ്ട് ഇവിടെ. പിന്നെ വേറെ 1-2 ലുക്ക് ഔട്ട് പോയിന്റുകളൊക്കെ ഉണ്ട് ഇവിടെ. ഒരു വിൻറ്റേജ് വണ്ടി ഇരിക്കണമെങ്കിൽ മേലെ കയറ്റി വെച്ചാണെങ്കിൽ ലോറി. നമ്മളിതേ അങ്ങനെ കായലിൽ കയറി ഫുഡ് ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 4 ആൾ ചട്ടിച്ചോറും പൊന്നു മാത്രം പൊറോട്ട, കിഴി പൊറോട്ട പറഞ്ഞു കേട്ടോ. അതിനിടയ്ക്ക് മനു ഇതേ ഒരു ലൈം ജ്യൂസ് പറഞ്ഞു, മേടിച്ച് കഴിച്ചു. എന്നൊക്കെ പറയുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടോ. ഇതേ നമ്മൾ ഓർഡർ ചെയ്ത ചട്ടിച്ചോറ് എത്തി. ഇതാ ജില്ലിനിരിക്കട്ടെ. അപ്പൂൻ്റെ അടുത്തിരിക്കുന്നുണ്ട്. ഇതാണ് ഇതേ പപ്പടമുണ്ട്, മുട്ട ഓംലേറ്റ് ഉണ്ട്, തൈരുണ്ട്, മീൻകറി ഉണ്ട്, ചമ്മന്തി ഉണ്ട്, അച്ചാറുണ്ട്. ദേ പൊന്നൂനുള്ള കിഴിപ്പൊറോട്ട എത്തിയിട്ടുണ്ട്. ചട്ടി പൊറോട്ട, കിഴിപ്പൊറോട്ട അങ്ങനെ എന്തോ. ഇനി നമുക്ക് പയ്യെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ പൊന്നൂൻ്റെ കിഴിപ്പൊറോട്ട അയച്ച് നോക്കട്ടെ അതിൽ എന്നാക്കിയുള്ളതെന്ന്. ചിക്കനാട്ടോ പറഞ്ഞത് കിഴിപ്പൊറോട്ട. അടിപൊളി, നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് കിഴിപ്പൊറോട്ട. ഓ കൊള്ളാം, സൂപ്പർ. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. പൊന്നൂന് ഇഷ്ടമായോ? ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല മനുവിന് ഇഷ്ടമായോ? കൊള്ളാമോ? മൈക്കൻ്റെ എല്ലാം ഇതുകൊണ്ട് മനു പറഞ്ഞതൊന്നും കേട്ടില്ല കേട്ടോ. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. കായൽ ഹോട്ടലിൽ വന്നിട്ട് ഓട്ടോറിക്ഷ വിളിച്ചാട്ടോ തിരിച്ചു പോകണം. ഓട്ടോറിക്ഷ നാട്ടില്ല, ഇത് നാടല്ല, ഓസ്ട്രേലിയയിൽ കായൽ റെസ്റ്റോറൻറ്റാണ്. അങ്ങനെ ഞങ്ങൾ കായൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് വീട്ടിലോട്ട് പോവാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഓസ്ട്രേലിയയിൽ ഓട്ടോറിക്ഷ? കാണും, അടിപൊളിയല്ലേ? ഇവിടുത്തെ ഫുഡ് നല്ലതായിരുന്നു. അതേപോലെ പുറത്ത് ഇങ്ങനെ ഒരു നമ്മുടെ നാട്ടിലെ ഒരു വൈബ്. ഇനി അവരുടെ ഗ്രോസറി ഷോപ്പ് ഉണ്ട് കേട്ടോ, അവിടെ പോയി നോക്കാം. ഇതായിരുന്നു റെസ്റ്റോറൻറ്റ്. കായലിൻ്റെ നമ്മുടെ അവിടെ ഡെലിവറി ഉണ്ട്. അതുകൂടാതെ ഇവരുടെ ഷോപ്പാട്ടോ അത്. നമ്മുടെ നാട്ടിൽ നിന്ന് കംപ്ലീറ്റ് സാധനങ്ങളുണ്ട്. അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. നമ്മുടെ കേക്ക്, ഏത്തപ്പഴം, അച്ചാറ്, നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരുമാതിരി എല്ലാ സാധനമുണ്ട്. നമ്മുടെ ഏത്തപ്പഴം, അട്ടപ്പൊടി, പരിപ്പ്, കടല എല്ലാ സാധനമുണ്ട്. എടുത്തു കഴിഞ്ഞോ? ഹായ് ഗൈസ്, ഞങ്ങളപ്പോൾ അതെ സിഡ്നിയിലെ 4 വരി പാതയിലൂടെ, 4 വരി തന്നെയാണോ അത്? അതേ ഉണ്ടോ?
ഒരു സൈഡ് തന്നെ 4 വരി ഉണ്ട് കേട്ടോ. ഞങ്ങൾ മലബാർ ഗോൾഡിൽ കയറി, പക്ഷെ അവിടെ സെലക്ഷൻ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് ഒരു അതിൻ്റെ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല, സ്വർണ്ണക്കട ആയതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു റിങ് മാത്രം മേടിച്ചു മനുവിൻ്റെ ബർത്ത്ഡേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് IFO DFO എന്ന് പറഞ്ഞ ഒരു ഷോപ്പിംഗ് മാളിലേക്ക് പോകാം കേട്ടോ. അവിടെ കൂടി കറങ്ങിയതിന് ശേഷം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകും. ഇത് നല്ല നല്ല റഷാട്ടോ റോഡ്. നോക്കിയ ഫ്രണ്ടിൽ നല്ല ക്യൂ ആ, വണ്ടികൾ ഇഷ്ടം പോലെ. നിങ്ങൾ ലോകത്ത് എവിടെയും കാണാത്ത ഒരു പ്രത്യേകതരം റോഡാണ് ഈ. റോഡിൽ 4 വരികളാണ് ഉള്ളത് ഗൈസ്. 4 വരികൾ. 4 വരി, അതിനകത്ത് 2 വരി മലയാളവും 2 വരി ഇംഗ്ലീഷും. 4 വരി കൂടെയാണ് പോക്കോണ്ട് കണ്ട. 4 ഇപ്പൊ 5 ആയി കൂടി. അപ്പുറത്ത് ദേ ഒരു 5 ആണ് സിഡ്നിയുടെ. നമ്മുടെ ഇത് കാണിക്കും, സ്ക്രീൻ കാണിച്ചാടാ. അപ്പോൾ ആ റോഡ് നോക്കി കണ്ടാ 3 3 6 വരി. ഞാൻ വെറുതെ പറഞ്ഞല്ല ഗൈസ്, നോക്കൂ. 6 വരി പാതയിലൂടെയാ പോണേ. ലെഫ്റ്റിലേക്ക് എക്സിറ്റ്. നമ്മൾ ഹോം ബുഷ് DFO എന്ന് പറഞ്ഞു. DFO ഇവിടുത്തെ ഫേമസ് ഷോപ്പിംഗ് മാളുകളാണ്. എല്ലായിടത്തും ഉണ്ട് ഓസ്ട്രേലിയയിൽ, എല്ലാ സിറ്റികളിലും ഉണ്ട്. അപ്പം നമ്മൾ ഇന്ന് സിഡ്നി DFOയിലാണ് പോകുന്നത്. ഇവിടെ വീണ്ടും ഇപ്പൊ ഒരെണ്ണം കൂടി അടിച്ചല്ലോടാ. ചറപറ ടോളുകളാണ് അടിച്ചോണ്ടിരിക്കുന്നത് ഗൈസ്. വീണ്ടും ടോൾ. 5ാമത്തെ 2 3 4ാമത്തെ അല്ലേ? അപ്പുറത്തെ ഇവിടെ അടുത്തോട്ട് തിരിയണം. സിഡ്നി ടൗണിലോട്ട് വരുമ്പോ എപ്പോഴും റോഡിന്റെ മെനകൾ നോക്കിയത്. ഇത് നോക്കിയ റോഡ് കാണും. ഇത് നോക്കിയ നിങ്ങള് റോഡ് കാണും. എപ്പോഴും നല്ലത് മറ്റേ വണ്ടിയിൽ മാപ്പ് ഇടുമ്പോഴും ഇതിൽ മാപ്പ് ഇടുമ്പോഴും ടോൾ റോഡുകൾ ഒഴിച്ചു പോകുന്നതായിരിക്കും. അല്ലെങ്കിൽ വെറുതെ ഒന്ന് സിഡ്നി വന്ന് പോണേന് തന്നെ ഒരു 10-40 രൂപ ടോൾ കൊടുക്കേണ്ടി വരും. ഇപ്പൊ 4 ടോൾ കഴിഞ്ഞു ഓൾറെഡി. ഇനിയും ഉണ്ട് ടോളുകൾ ബാക്കി തിരിച്ചെത്തണം. ഒരു ടോൾ എന്ന് പറഞ്ഞാൽ 9 $9.57 ആണ് ഒരു ടോളിന്. അങ്ങനത്തെ 4 ടോള് കഴിഞ്ഞു. നമ്മുടെ ടോളിന് കട്ടാവണത് ഇവിടെ നാട്ടിലെ പോലെ ബാറും കോലും വിരിപ്പും പിടയൊന്നും ഇല്ല കേട്ടോ. അതെ, ആ ഫ്രണ്ടിൽ സാധനം കണ്ടോ, ലിങ്ക് പറഞ്ഞു. അതായത് സാധനത്തിൽ ഓട്ടോമാറ്റിക്കലി അതങ്ങ് അടിക്കും. വണ്ടി പോണ സ്പീഡിൽ തന്നെ നേരെ അങ്ങ് പോവാം. നിർത്തയോ സ്ലോ ചെയ്യുകയോ ഒന്നും വേണ്ട. നമ്മൾ പോകുന്ന സ്പീഡിൽ നമുക്കങ്ങ് പോവാം. അപ്പോൾ തന്നെ സെൻസർ ചെയ്ത് അങ്ങ് അടിച്ചോളും ക്യാമറ. അത് മാപ്പ് ഇവിടെ അങ്ങനെ DFOയിൽ എത്തി സുഹൃത്തുക്കളെ. നമ്മൾ DFO ഹോം ബുഷ് സിഡ്നിയിലെ. പക്ഷെ സിഡ്നിയിലുള്ള ആൾക്കാർക്ക് ഈ മാളിനോട് ഇത്ര പ്രിയകരമാണെന്ന് ഞാൻ കേട്ടിട്ടില്ല. അതെന്താ? ഇത് അത്ര ചീപ്പല്ല എന്നാണ് ഇവര് പറയണേ. ഇതത്ര ചീപ്പല്ല. ഇവിടെ ഉള്ളവർക്ക് മുഴുവനും ഈ വെസ്റ്റ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിംഗ് മാളൊക്കെയാണ് താല്പര്യം. അതത്ര. പിന്നെ അത് ഓരോ ബ്രാൻഡ്. ഇതിന്റെ അകത്ത് കൂടുതലും മറ്റേ ബ്രാൻഡുകളായതുകൊണ്ട് പ്രശ്നം ഇത്രയേ ഉള്ളൂ. അത് കാണിക്കട്ടെ, പിടിക്കട്ടെ. ഓ എൻ്റെ പിന്നെ ഇവിടെ പ്രസ് ചെയ്താൽ നമുക്ക് ടിക്കറ്റ് കിട്ടും. ടിക്കറ്റ് എടുത്ത് വെച്ചാൽ 2 മണിക്കൂർ ഫ്രീ പാർക്കിംഗ് ആണ്. ഷോപ്പ് ചെയ്യുക, തിരിച്ചു പോകുമ്പോൾ നമ്മൾ ടിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സമയമാണെങ്കിൽ പേ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഗേറ്റ് തുറന്ന് നമുക്ക് ഇങ്ങോട്ട് പോവാം. ഇത് തൽക്കാലം ഗ്രൗണ്ട് ലെവലിൽ തന്നെ നമുക്ക് ഇടാം. നമ്മളിവിടെ എന്ത് മേടിക്കാനാണ് വന്നേക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. കണ്ട് ഇഷ്ടപ്പെട്ടാൽ എന്തെങ്കിലുമൊക്കെ മേടിക്കും. പിന്നെ മനുമോളല്ലേ കൂടെ. വേണമെങ്കിൽ ഒരു ഷൂ മേടിക്കണം. മനുമോൾ ഔട്ട്ലെറ്റിന് വില പറയാൻ വേണ്ടി വന്നേക്കുന്നതാണ്. കാർ എടുക്കണോ? വേണമെങ്കിൽ അവിടെ ഇടാം. നൈക്കാണ് ഏറ്റവും താഴെ. നമ്മളങ്ങനെ DFOന്റെ പാർക്കിങ്ങിൽ വന്ന് വണ്ടി ഇട്ടു. നമ്മൾ അങ്ങോട്ട് നടന്നു പോവാം. ആദ്യം എവിടെ കയറണേ? നമുക്ക് ഞാൻ ഗൈഡ്, ഇവരുടെ
വേണമെങ്കിൽ ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാം. ഇവിടെ പേ ചെയ്യണ്ട, ഇവിടെ പേ ചെയ്യാം വേണമെങ്കിൽ. ആ ഇല്ലെങ്കിൽ അവിടെ ഫ്രണ്ടിൽ. ഇല്ല 2 മണിക്കൂർ ഫ്രീ അല്ലേ, നമ്മളപ്പോഴേക്ക് ഇറങ്ങൂല്ലോ എന്തായാലും. നീ പിടിക്കുന്നില്ലേ? അപ്പോൾ നമ്മുടെ പാർക്കിങ്ങിൽ 2 മണിക്കൂർ ഫ്രീ ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ആദ്യം നൈക്കിൻ്റെ ഷോറൂമിൽ കയറാം. DFO ഇതേതാ? ഇതാണ് നൈക്ക്. നമ്മളെല്ലാവരും നൈക്കിൻ്റെ ഷൂ എന്നിട്ട് നൈക്കിൻ്റെ ഷോറൂമിലായിട്ടാണ് നമ്മൾ വന്നേക്കണത്. ഈ കാണാണ് വിശാലമായ ഗോഡൗൺ. ബനിയൻ മേടിക്കുന്നുണ്ടോ? ഈ ഷർട്ടല്ല, അവന് ഷൂ മേടിക്കാം ആദ്യം പോയിട്ട്. പിള്ളേർ നൈക്കിൻ്റെ ബാഗ്, ചെരുപ്പ്, ഷൂ നോക്കിയിട്ട് വരാം. ഇത് കുഞ്ഞ് DFO ഓഫർ ഉണ്ടോ? അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. DFO ഭയങ്കര അടിപൊളി DFO. ഇത് ഞാനായിട്ടേക്കുന്ന സെയിമാണോ? അല്ല ഇതെങ്ങനെ ഉണ്ടാവും? ഇത് വലിയ ഷൂ ആണെന്ന് തോന്നുന്നു. അവിടെ പിള്ളേരുടെ അടുത്തേക്ക് ജില്ലെടുത്തേക്കണ ഷൂ നല്ല അടിപൊളി ഷൂ ആണ്. ഒന്നു റണ്ണിങ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പോട്ടെ, അപ്പുറത്തേക്ക് പോകാൻ പോകാമെന്നോ. പക്ഷെ ഇത് വലിയതാണോ? പൊന്നൂന് പറ്റിയതില്ല എന്ന് തോന്നുന്നു. നിനക്ക് ഇഷ്ടമായി? നല്ല ഷൂ. എനിക്കിഷ്ടമായി. എനിക്ക് നല്ല ഇഷ്ടമായി. അത് നല്ല സൂപ്പർ ഷൂ ആട്ടോ. നല്ല ഷൂ അല്ലേ? അല്ലേ, ഇത് അടിപൊളി ഷൂ അല്ലേ? ഇനി റെക്കോർഡ് ചെയ്യണ്ട. അത് പറഞ്ഞിട്ട് ഇതെടുത്തോടി. എനിക്ക് നല്ല ഇഷ്ടമായി. ഇടുന്ന എനിക്ക് എടുത്തോ, നല്ല ഷൂ ആ. ചെരുപ്പ് മേടിക്കാൻ പറയരുത്. പിന്നെ നിന്റെ സൈസ് ഏതാ നോക്കി. ലൈസ് ആകുമ്പോൾ ഉള്ളതാണ്, മറ്റേ ഇലാസ്റ്റിക് ടൈപ്പ് ലൈസാണ്. നിന്റെ ഷൂ നോക്ക്, സൈസ് ഏതാണ്. ഞങ്ങൾ മേടിച്ചു. എനിക്ക് ഈ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു ഷൂ മേടിച്ചു. എനിക്ക് മേടിച്ചത് പൊന്നൂന്ന് പറഞ്ഞ് മേടിച്ചു. ഇതിപ്പോൾ മനുമോക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട അങ്ങനെ മേടിച്ചത് കേട്ടോ. നല്ല കളറല്ലേ, ഒരു വമ്പൻ. ഇത് ലൈസാണ്, പക്ഷെ മറ്റേത് ലൈസായിരുന്നോ? മനുഷ്യനെ കൊല്ലണ ടൈപ്പ് കളറുകളുണ്ടോ? അത് ഓക്കെയാണ്, നല്ല രസമുണ്ടോ ഇട്ടിട്ട്. ഓക്കെയാണ്, നല്ല ഭംഗിയില്ലേ? അപ്പോൾ നമ്മുടെ ബാഗ് കിട്ടി. ഓക്കെ, താങ്ക് യു. റെക്കോർഡിംഗ് ആണോ അത്? അപ്പോൾ നമ്മുടെ ബാഗ് മേടിച്ചിട്ടോ. 3 ആൾക്ക് ഷൂ മേടിച്ച് നമ്മൾ പോവാണ്. ഫിലയുടെ ബനിയൻ മേടിക്കണം. ബനിയനുകളുണ്ട് ഫിലയുടെ. ഓഫറുണ്ടോ? 50% ഓഫറുണ്ട് ഫിലയുടെ. ഈ പൊന്നൂനെ വേണമെന്നുണ്ടെങ്കിൽ നല്ല 2 മേടിച്ചു ഞാടി. അപ്പം ഞങ്ങൾ ഫിലയിൽ നിന്ന് 2 ടീഷർട്ടും ഒരു ക്യാപ്പും മേടിച്ചിറങ്ങിയിട്ടോ. ഇനി അടുത്ത ഷോപ്പിലേക്ക് പോവാണ്. ഓക്കെ, ഇത് ക്രിസ്മസ് ആയിട്ട് വെച്ചേക്കുന്നതാന്ന് തോന്നുന്നു. ഓരോ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സാധനങ്ങളല്ലേ? ബോസിൻ്റെ ഔട്ട്ലെറ്റ് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ സിഡ്നിയിൽ അതായത് ഈ മോളിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ, ഇല്ലേ കിട്ടത്തില്ല. ടീഷർട്ട് ബോസ് കിടക്കണം. ബോസ് വെറുതെ സമയം കളയുന്നതിനാ. സമയം കളയുന്നല്ലേ, ചുമ്മാ കയറി കറങ്ങി വരണം. ഇവിടെ പെണ്ണങ്കടിയാണത്. ഈ സൈഡിലാണ് ആണുങ്ങളുടെ. എന്തിനാണ് കാരണം ഇവിടുന്ന് എന്തെല്ലാം മേടിക്കാനുള്ള പ്ലാൻ? ട്രൗസർ, ബോസിന്റെ പക്ഷെ അത് ഇതിന് പറ്റില്ല. അത് കറക്റ്റ് ആണല്ലോ, നിന്റെ പറ്റും. ബോസിന്റെ വൈറ്റ് കളർ ഷർട്ടാണെന്ന് പറഞ്ഞു. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ നിന്ന് തിരിച്ചിറങ്ങാണ്. ഏതൊക്കെ ബ്രാൻഡാണ് മേടിച്ച? ഫില മേടിച്ചു, ബോസിന്റെ ഇത് കാണിക്കുക നല്ലത്. ആ കവർ കിട്ടാ ഇതാ. ഒരാള് ബോസിന്റെ ഒരു വെറൈറ്റി സാധനം മേടിച്ചിട്ടുണ്ട്. കുറേ കാലം ഇല്ല എന്ന് പറയണം, എന്നാൽ പിന്നെ അതിൻ്റെ ഒരു കുറവ് വേണ്ട. അപ്പം അതും മേടിച്ചു. എല്ലാം മേടിച്ച് ഇനി നമ്മൾ അടുത്ത പരിപാടിക്ക് പോവാം. നമ്മളെ ഇന്നത്തെ പരിപാടി ഇവിടെ നിർത്താണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അത്യാവശ്യം നല്ല കാശ് പൊടിച്ചിട്ടുണ്ട്. ബോസ് മേടിച്ചു, നൈക്ക് മേടിച്ചു, ഫീല മേടിച്ചു.
അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഡ്രിങ്ക്സ് തണുത്ത വെള്ളം എന്തെങ്കിലും കിട്ടുമോ നോക്കാം ബാ. കരിമ്പിൻ ജ്യൂസ് കുടിക്കണം അവിടെ. Minion. Only sugarcane and pineapple. Only pineapple flavor, yeah. എന്നത് പൈനാപ്പിൾ മാംഗോ എനിക്ക് മാംഗോ മതി. വൺ പൈനാപ്പിൾ. ഇങ്ങനത്തെ വല്ല മേടിച്ചു. അതൊന്നും വേണ്ട. നമ്മൾ ജ്യൂസ് കുടിക്കാൻ കയറിയത് കേട്ടോ. ഞാനൊരു അതെയോ ഞാനൊരു മാംഗോ വിത്ത് കരിമ്പ് പറഞ്ഞു. നീ എന്നിട്ട് പറഞ്ഞേ ഷുഗർ കെയിൻ വിത്ത് പൈനാപ്പിൾ, പൊന്നപ്പനും ഷുഗർ കെയിൻ വിത്ത് മാംഗോ. നമ്മൾ മേടിച്ച ജ്യൂസ് കേട്ടോ. അതിൽ അസലും മധുര ടേസ്റ്റ് ഉണ്ട്, സൂപ്പർ മധുര കേട്ടോ. ഞാൻ മേടിച്ചത് ഷുഗർ കെയിൻ വിത്ത് ലൈം ആൻഡ് ജിഞ്ചർ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധാരണ കരിമ്പിൻ ജ്യൂസ്. അതിലൊട്ടും ഞാൻ മേടിച്ച ഫ്ലേവർ.